എണീറ്റേ ഓ നമുക്ക് വാ. അവ ഫോൺ കട്ട് ചെയ്തു. മീറ്റിംഗിലായിരിക്കും, അതാ എടുക്കാത്തത്. അമ്മ വിളിച്ചെന്ന് പറയാം. അമ്മേ, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അച്ഛനിപ്പോ നന്നായിട്ട് റിയാക്ട് ചെയ്തു ദേവി വിളിച്ചപ്പോ. ആ ഞാനും കണ്ടതാ. സത്യം അമ്മേ. എനിക്ക് നേരെ നിക്ക്. മീര നടക്ക് നടക്ക്. ഇത് കൊടുത്തിട്ടേ ആ കറുപ്പനെ കൊണ്ട് കിട്ടാവുന്നതൊക്കെ പറയിപ്പിച്ചെടുക്കണം. ഒരു സംശയവും വേണ്ട. വേണമെങ്കിൽ ഒരു 2000 രൂപയും കൊടുക്കാം. അത് ഞാൻ നോക്കിക്കോളാം. അവനെ നമുക്ക് മാനം കെടുത്തണം. കാണിച്ചു കൊടുക്കാം ഞാൻ. നോക്കിക്കോ അവന്റെ കളി. മീര സ്റ്റെപ്പ് നോക്കി ഇറങ്ങി. മീര മീര നടക്ക്. മീര മീര വാ നടക്ക്. മീര മീര ഇങ്ങോട്ട് വന്നേ. മീര നീ എങ്ങോട്ടാ പോകുന്നേ? നേരെ നടക്ക്. വാ വന്ന് വണ്ടി കയറ്. എന്തോ ഒരു ചുറ്റിക്കളിയുടെ മണമുണ്ടല്ലോ. ആ ഉണ്ട്, എന്തോ കുഴപ്പമുണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. ആ പെണ്ണിന്റെ നിപ്പ് കണ്ടോ? എന്തോ പ്രശ്നമായിരുന്നു. എന്നാ വാ നമുക്കൊന്ന് പോയി നോക്കാം. വാ. അയ്യോ അയ്യോ സാറേ, എന്നാ പറ്റി? അയ്യോ ഈ കൊച്ച് ഔട്ട് ഓഫ് റേഞ്ച് ആയോ? കാർ ഓടിച്ചു വരുന്നവരൊക്കെ പുറത്തേക്ക് പോകുന്നത് ഈ കോലത്തിലാണോ? എന്തെങ്കിലും സഹായം വേണോ സാറേ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? പോയി വല്ല പണി നോക്കണോ? അങ്ങനെ അങ്ങ് പോയാലോ സാറേ? ഞങ്ങൾ ഈ ചുറ്റുവട്ടത്തൊക്കെ ജനിച്ചു വളർന്നവരാ സാറേ. ഈ ജാതി അഭ്യാസങ്ങളൊന്നും ഞങ്ങൾ വെച്ച് പൊറപ്പിക്കത്തില്ല. കാര്യം എന്തെന്ന് പറഞ്ഞിട്ടേ പോയാ മതി. മാറി നിൽക്കണം. ഇതിന്റെ സമാധാനം ഞാൻ ആരോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കൊള്ളാമല്ലോ. എന്നാലതൊന്നും അറിയണമല്ലോ. ഈ സദാചാര പോലീസിന്റെ അഭ്യാസമൊക്കെ എന്റെ അടുത്ത് എടുക്കണ്ട. ഇതിന്റെ സമാധാനം പറഞ്ഞിട്ടേ സാർ ഇവിടുന്ന് പോകത്തുള്ളൂ. ഇങ്ങോട്ട് വന്നേ. നീ പോയിട്ടേ അവിടെ ചെന്ന് കുറെ ആളെയൊക്കെ വിളിച്ചു കൂട്ട്. ഇപ്പൊ കൊണ്ടുവരാം. ചെല്ല്. എന്താണോ? ഡ്രഗ്സ് ആണല്ലേ സാറേ രണ്ടും? നല്ല മണമുണ്ട്. മദ്യം ഉണ്ടല്ലേ? തന്നോട് മാറിയിക്കല്ലേ പറഞ്ഞത്? അങ്ങോട്ട് മാറിക്കോ. വേഗത്തോട്ട് കളിക്കല്ലേ സാറേ? തന്നോട് മാറാനോട് പറഞ്ഞത്. എടാവേ, ഇവിടെ ബീഡിയും വലിച്ച് വെടിയും പറഞ്ഞിരുന്നാ മതിയോ? എന്താ സുബ്രു, എന്താ കാര്യം? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ചന്ദ്രോത്ത് ഗസ്റ്റ് ഹൗസിൽ നടക്കുന്ന ആഭാസതരമല്ലോ നിങ്ങൾ അറിയുന്നുണ്ടോ? ആഭാസതരോ? ഏയ് നമുക്കൊന്നും അറിയില്ല. എന്നാ വാടോ എടി. ഇവിടെ താനെന്താ കാണിക്കുന്നേ? മാറിക്കടോ. ഇല്ല സാറേ, ആളൊക്കെ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. പെണ്ണിനെ വിളിച്ചുകൊണ്ടൊന്ന് പീഡിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട സാറേ. ആളൊക്കെ എത്തിയല്ലോ. എന്താ എന്താ ഇവിടെ? ഇതിവിടുത്തെ സ്ഥിരം പരിപാടിയാണെന്നേ.
ഇവന്മാർ ഇതൊരു പെൺമാണിമ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുക. എടോ താനത് അയ്യോ, നിങ്ങൾ കണ്ടോ പെൺകൊച്ചിന്റെ അവസ്ഥ? ഇതിനെവിടെങ്കിലും കൊണ്ടുപോയി തട്ടിയിട്ട് രക്ഷപ്പെടാനുള്ള പരിപാടിയാ. എടോ താൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ മാറി അങ്ങോട്ട് മാറും. പോകില്ല സാറേ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഇവിടുന്ന് പോവില്ല. മാറും. ദേ, ഇവനൊക്കെ അങ്ങ് പോവും. ഇതിനെന്തെങ്കിലും സംഭവിച്ചാലേ ഇതിലെ വഴി നടക്കുന്നവനെ പോലും പോലീസുകാർ പൊക്കിക്കൊണ്ടുപോയി പൊത്തും. പത്രത്തിലൊക്കെ നാടിന്റെ പേരും കൂട്ടിയേ വാർത്ത ഇറങ്ങും. കുറ്റം ഇവിടത്തെ ആളുകളുടെ പേരിൽ ചാർത്തി വെച്ചിട്ട് അങ്ങനെ സാറ് രക്ഷപ്പെടണ്ട. മീര കണ്ണോർക്ക് മീര. ആ, പെണ്ണിന്റെ പേര് മനസ്സിലായി, മീര. എടോ താനൊന്ന് മാറി നിൽക്കണോ? മാറോ. ഉച്ചരി കിടത്തിയാട്ടെ. ആ, വാ. ആ, എന്തായാലും ഇവിടെ ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇതിനൊരു തീരുമാനമാകാതെ സാർ ഇവിടെ നിന്ന് പോകത്തില്ല. ആ, അല്ല, അത് വേണ്ട. എന്താണോ? മാറോ. വേണ്ട സാറേ, ഇതിനൊരു തീരുമാനമാകാതെ സാർ ഇവിടെ നിന്ന് പോവില്ല. എടോ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ. ഇവിടെ എന്ത് നടന്നാലും അത് താൻ അറിയേണ്ട കാര്യമില്ല, മനസ്സിലായോ? അയ്യോ, കൊച്ചുകുട്ടികൾ സംസാരിക്കും പോലെ സംസാരിക്കല്ലേ സാറേ. വേണ്ട സാറേ, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആകാശത്ത് നിന്ന് കെട്ടിത്തൂക്കിയിട്ടിരിക്കല്ലോ. ഈ നാട്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്നല്ലേ. അപ്പോ കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കണ്ടാൽ ഞങ്ങൾ ചോദിക്കും, അല്ലേ സദാശിവ? ആ അതെ അതെ. സമാധാനം പറയിപ്പിച്ചിട്ട് സാറിനെ ഞങ്ങൾ ഇവിടുന്ന് വിടൂ. എങ്കിലും ഒന്ന് കാണണമല്ലോ. എടോ ക്യാമറ എടുത്ത് മാറണോ? എറണാ വെളിയില്. തിളക്കല്ലേ സാറേ, കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് സാർ ഇവിടുന്ന് പോയാൽ മതി. അതുവരെ ഈ ക്യാമറ ഇവിടെ ഓണായിട്ട് തന്നെ ഇരിക്കും. എടോ തന്റെയൊക്കെ നാടെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടത്തിനാ കാണിക്കാന്നാണോ വിചാരം? ഇതിന് താൻ പണി എരുന്ന് വാങ്ങിക്കും. ആ അതെ ചേട്ടന്മാരെ, ഇയാൾ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ നിൽക്കണ്ട. ആ ദേ ഈ കുട്ടിക്ക് തീരെ വയ്യ, നിങ്ങൾ കണ്ടില്ലേ? അതുകൊണ്ട് എനിക്ക് ഇവിടെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. നിങ്ങൾ അതിന് സഹകരിക്കണം പ്ലീസ്. ഈ കുട്ടിക്ക് വയ്യാത്തതാണോ വയ്യാതാക്കിയതാണോ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് അറിയണം. പിന്നെ നിന്റെ ഈ വിളയാട്ട് ഇവിടെ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഓ അയ്യേ, താൻ എന്തോടെ കാണിക്കുന്നേ? എന്റെ ഫോൺ താണോ? എടോ ഞാൻ എന്റെ മാനേജറെ വിളിക്കട്ടെ. തൽക്കാലം സാർ ആരെയും വിളിക്കുന്നില്ല. വലിയ വലിയ ആളുകളല്ലേ, ഒരൊറ്റ വിളി മതി. ആരെങ്കിലും പറന്നു വന്ന് നിങ്ങളെ രക്ഷിച്ചോണ്ട് പോവാൻ. എടോ എന്റെ ഫോണിൽ തരാനാ പറഞ്ഞേ. എടോ തന്റെ ഫോണൊന്നും എനിക്ക് വേണ്ട. മാനേജറെ വിളിക്കും മുമ്പേ എനിക്ക് വേറെ ചിലരെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. ആ നമസ്കാരം സാറേ, ഞാനേ 5-ാം മൈലിലെ റിസോർട്ടിന്റെ മുമ്പിൽ നിന്നാ വിളിക്കുന്നത്. എസ് ഐ ഒന്ന് കിട്ടുമോ? സ്ഥലത്തില്ലേ? അതെ, ഇവിടെ ഒരു ഭീകര പ്രശ്നമുണ്ട്. പെണ്ണുങ്ങളെയും കൊണ്ട് വരവും പോക്കും തുടങ്ങിയിട്ട് കുറേ നാളായി. ഇപ്പൊ ഒരു പെൺകുട്ടിയെ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചിട്ട് അതിനെ എവിടെയെങ്കിലും കൊണ്ട് തട്ടിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഞാനും നാട്ടുകാരിൽ ചിലരും ചേർന്ന് അവനെ പിടിച്ചു വെച്ചിരിക്കുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഓ CM-ന്റെ പരിപാടിയാ. അവിടെ വേറെ ആരുമില്ലേ? ഛേ, ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? ഓ ഓ ശരി ശരി, അങ്ങനെ ചെയ്യാം സാർ.